ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ സഫ്വാൻ. അപ്പോൾ ഇന്ന് ഞാനൊരു മൊബൈൽ ഫോണാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. റെഡ്മി 7 എന്നൊരു ഫോണ്. ഇത് ഗ്ലോബൽ വേർഷനാണ്, നമ്മുടെ സാധാരണ ഇന്ത്യൻ വേർഷൻ അല്ല. അതുകൊണ്ട് തന്നെ ഇത് വരുന്നത് 3GB 64GB റാമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്ത് ഇതിനുള്ളിൽ എന്തൊക്കെയാണ് വരുന്നതെന്നും ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ റെഡ്മി 7. അപ്പോൾ ഇതൊന്ന് ബോക്സിന് നമുക്ക് നോക്കാം. ബോക്സിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ഗ്ലോബൽ വേർഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ MI എന്ന ബാൻഡിങ് ഫ്രണ്ടിൽ അതുപോലെ റെഡ്മി 7 എന്നും കൊടുത്തിട്ടുണ്ട്. പിന്നുള്ളത് ഈ സൈഡിലും അതുപോലെ ഗ്ലോബൽ വേർഷൻ റെഡ്മി 7 എന്നാണ്. ഇതിൻ്റെ പിൻഭാഗത്താണ് ബാക്കിയുള്ളതൊക്കെ കൊടുത്തിട്ടുള്ളത്. റെഡ്മി 7 അതുപോലെ ഇതിൻ്റെ ഡിസ്പ്ലേ റേഷ്യോ, പ്രൊസസ്സർ, ബാറ്ററി, ക്യാമറ, പിന്നെ ഇതിലായിട്ട് റെഡ്മി 7 എലിപ്സ് ബ്ലാക്ക് എന്നുള്ള വേരിയൻ്റ് നമ്മൾ ഉള്ളത്. കൂടാതെ 3GB 64GB റാം. അപ്പോൾ നമുക്ക് ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ആദ്യം തന്നെ ഒരു ചെറിയ ബോക്സ് ഉണ്ട്. ഇതിനുള്ളിലായിട്ട് എന്തുള്ളത് നോക്കട്ടെ. ഒരു സിം ഇജക്ടർ ടൂൾ ഇവിടെ കാണുന്നുണ്ട് പുറത്തന്നെ. യൂസർ ഗൈഡാണെന്ന് തോന്നുന്നു. പിന്നെ ഒരു ബ്ലാക്ക് സിലിക്കോൺ കവർ കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയായിട്ടാണ് നമ്മുടെ മൊബൈൽ കിടക്കുന്നത്. ഇതാണ് റെഡ്മി 7 എന്ന ഫോണ്. ഇതിൻ്റെ മുൻഭാഗത്തായിട്ട് ചെറിയൊരു സ്റ്റിക്കറിനുള്ളിൽ മുകളിൽ ഡിസ്പ്ലേ, അതുപോലെ നമ്മുടെ ബോക്സിൻ്റെ പിൻഭാഗത്തായിട്ട് കണ്ടതെല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ പിൻഭാഗം വരുന്നത് ബ്ലാക്ക് കളറിലാണ് നമ്മുടെ കയ്യിലുള്ളത്. പിന്നെ ബോക്സിൽ വരുന്നത് എന്താണെന്ന് നോക്കാം. ഇതിലൊരു മൈക്രോ USB കേബിൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നോർമൽ ചാർജറുമാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് 2 വോൾട്ട് ആണ്. ഇത്രയുമാണ് ഈ ഒരു ബോക്സിൽ അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കൊന്ന് ഫോണ് ആദ്യം തന്നെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഒരു സ്ക്രീൻ പ്രൊട്ടക്റ്റ് നമുക്ക് ഇതിന് ഒട്ടിക്കാം. ഇതിന് കൊടുത്തിട്ടുള്ളത് ഒരു നോർമൽ പ്ലാസ്റ്റിക് ആണ്. ഇത് നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. ഇതാണ് ആൻറ്റി ബ്രോക്കണാണിത്. നമുക്കിത് ഒട്ടിക്കാം, കുറച്ച് സേഫ്റ്റി ആയിക്കോട്ടെ. ഗൊറില്ല ഗ്ലാസ് 5 ആണ് ഇതിൽ കൊടുക്കുന്നത്. എങ്കിലും കുറച്ചുകൂടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇത് ഒട്ടിക്കുന്നത് നല്ലതാണ്. നമ്മൾ ഫോണിൽ സ്ക്രാച്ചും കാര്യങ്ങളൊന്നും വിചാരിക്കാനാണ് ഇത് ഒട്ടിക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചാവിയോട് കൂടെയൊക്കെ ഈ ഒരു മൊബൈൽ ഫോൺ വെക്കുമ്പോൾ നമ്മളെ ഡിസ്പ്ലേ എങ്ങനെ വന്നാലും സ്ക്രാച്ച് വരും. അതിനായിട്ടാണ് നമ്മൾ ഈ ഒരു ആൻറ്റി ബ്രോക്കൺ ഇതിന്മേൽ ഒട്ടിക്കുന്നത്. അപ്പോൾ നമ്മൾ ആൻറ്റി ബ്രോക്കൺ ഒട്ടിച്ചിട്ടുണ്ട്. ഏകദേശമൊക്കെ നല്ല സൈസിൽ നിന്നിട്ടുണ്ട്. നമുക്കൊന്ന് ബൂട്ട് ചെയ്യാം. MI UA 10 ഇത് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഫോണ് ബൂട്ടായിട്ട് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ടൈം ആയതുകൊണ്ടായിരിക്കും ബൂട്ടാൻ നല്ല ടൈം എടുത്തിട്ടുണ്ട്. ഈ ഒരു ഡിവൈസിൻ്റെ ഡിസ്പ്ലേ വരുന്നത് 6.26 ഇഞ്ച് HD+ ആണ്. കൂടാതെ ഇത് ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ ഒരു പ്രൊട്ടക്ഷനോട് കൂടിയാണ് വരുന്നത്. ഏകദേശം ഒരു 1 മീറ്റർ ഉയരത്തിൽ നിന്നൊക്കെ താഴേക്ക് വീഴുകയാണെങ്കിൽ ഇത് പൊട്ടുകയില്ലാന്നാണ് കമ്പനി പറയുന്നത്. നമ്മൾ കീകൾ അതുപോലെ പാനൊക്കെ ഇതിൻ്റെ കൂടെ പോക്കറ്റിൽ ഇടുകയാണെങ്കിൽ നമ്മുടെ ഫോണിൽ സ്ക്രാച്ച് വീഴാൻ സാധ്യതയുണ്ട്. അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ആൻറ്റി ബ്രോക്കൺ ഇട്ടിരിക്കുന്നത്. ഇതൊരു 2.5D തിക്നെസ് ഉള്ള ഒരു ആൻറ്റി ബ്രോക്കൺ ആണ്. അപ്പോൾ അതും ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പിൻഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ഗ്രേഡിയൻ ഗ്ലാസ് ഡിസൈനാണ് കാണുന്നത്. ഒരു ബ്ലാക്ക് കളർ വേരിയൻ്റാണ് നമ്മുടെ കയ്യിലുള്ളത്. അതുതന്നെ കെർവ്ഡ് ഗ്ലാസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൽ പിൻഭാഗത്ത് 2 ക്യാമറകളാണ് കൊടുത്തിട്ടുള്ളത്. ഒരു 12 മെഗാപിക്സലിൻ്റെ ഒരു മെയിൻ ക്യാമറയും ഒരു 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസിങ് ക്യാമറയും. അതിന് താഴെയായിട്ട് ഒരു ഫ്ലാഷും നമുക്ക് കാണാം. പിന്നെ ഇതിൻ്റെ സെൻട്രലായിട്ട് നമുക്കൊരു ഫിംഗർ പ്രിന്റ് സ്കാനറും കാണാം. ഇതിന് ചുറ്റിലുമായിട്ട് ഒരു ക്രോം ഡിസൈനും കൊടുത്തിട്ടുണ്ട്. ഇടത് സൈഡ് ഭാഗത്തേക്കായിട്ട് വരികയാണെങ്കിൽ ഒരു മൈക്രോ സിം കാർഡ് സ്ലോട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊരു ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ടാണ്. ഇതിൽ തന്നെ നമുക്ക് മെമ്മറി കാർഡും 2 സിമ്മും ഒരേ സമയം ഉപയോഗിക്കാൻ കഴിയും. കൂടാതെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഒരു IR ബ്ലാസ്റ്റും അതിന് തൊട്ടുപുറയായിട്ട് ഒരു 3.5mm ഹെഡ്ഫോൺ ജാക്കറ്റും പിന്നെ ഒരു മൈക്കുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ സ്വിച്ചുകളൊക്കെ കൊടുത്തിട്ടുള്ളത് വലത് സൈഡ് ഭാഗത്തായിട്ടാണ്.
ഇവിടെ ഒരു വോളിയം പ്ലസ് മൈനസ് ബട്ടണും പിന്നെ ഒരു ഓൺ ഓഫ് ബട്ടണുമാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ താഴ്ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒരു സ്പീക്കർ യൂണിറ്റും അത് കഴിഞ്ഞൊരു മൈക്രോ USB ഇൻപുട്ട് സ്ലോട്ടും പിന്നെ ഒരു മൈക്ക് യൂണിറ്റുമാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഫ്രണ്ട് ഭാഗത്തായിട്ട് ഒരു 8 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയും അതിന് തൊട്ടുമുകളിലായിട്ട് ഒരു ഇയർ സ്പീക്കർ യൂണിറ്റും നമുക്ക് കാണാൻ സാധിക്കും. ഇത്രയുമാണ് ഈ ഒരു ഫോണിന്റെ ഡിസൈൻ വൈസ് ഉള്ളത്. ഈ ഒരു ഫോണ് സ്നാപ്ഡ്രാഗൺ 632 4nm ചിപ്സെറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. 1.8 GHz ആണ് ഒരു മാക്സിമം ക്ലോക്ക് സ്പീഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫോട്ടോസ് ക്യാമറ ഒക്കെ ഓൺ ആക്കുന്ന സമയത്ത് ചെറിയൊരു ലാഗ് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അത് ഈ ഒരു പ്രൊസസ്സറിന്റെയാണ്. എങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല, ബാക്കി ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ റൺ ചെയ്ത് പോകുന്നുണ്ട്. നമ്മുടെ കയ്യിലുള്ള ഈ ഒരു വേരിയന്റ് 3GB റാമും 64GB മെമ്മറി വേരിയന്റുമാണ്. ഇതൊരു ഗ്ലോബൽ എഡിഷൻ ആണ്. അതുകൊണ്ടാണ് ഈ ഒരു വേരിയന്റ്. ഇന്ത്യയിൽ ഇതുള്ളത് 32GB മാത്രമാണ്. അതിൽ തന്നെ 2GB റാം 3GB റാം എന്നീ വെർഷനുകളും അവൈലബിൾ ആണ്. റെഡ്മി 6ന്റെ സക്സസർ ആയിട്ടാണ് ഈ ഒരു റെഡ്മി 7ഉം ഇറക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണിലും കമ്പനി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ആൻഡ്രോയിഡ് 9 ബേസ് ചെയ്ത് MIUI 9ലാണ് ഈ ഒരു ഫോണ് വർക്ക് ചെയ്യുന്നത്. കൂടാതെ ഇതിലെ SD കാർഡ് സ്ലോട്ട് നമുക്ക് 512GB വരെ വർദ്ധിപ്പിക്കാനും സാധിക്കും. ഇതിന്റെ പിൻഭാഗത്തായിട്ട് ഒരു 12 മെഗാ പിക്സലിന്റെ ക്യാമറയും ഒരു 2 മെഗാ പിക്സലിന്റെ ഡെപ്ത് സെൻസിങ് ക്യാമറയുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 12 മെഗാ പിക്സൽ എടുക്കുന്ന ക്യാമറ നമുക്ക് അത്യാവശ്യം ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഷാർപ്പ് പിക്ചറുകളാണ് നമുക്ക് കിട്ടുന്നത്. കൂടാതെ നമ്മൾ ബൊക്കെ എഫക്റ്റ് അല്ലെങ്കിൽ ലൈവ് ഫോക്കസ് മോഡിൽ നമ്മൾ ഈ ഫോട്ടോസ് എടുക്കുമ്പോൾ ഈ ഒരു 2 മെഗാ പിക്സൽ ക്യാമറ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഡെപ്ത് സെൻസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇതുപോലെ ബ്ലറാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു 2 മെഗാ പിക്സലിന്റെ ക്യാമറ എടുക്കുന്നത്. കൂടാതെ ഈ ഒരു ഫ്രണ്ട് ക്യാമറ വരുന്നത് 8 മെഗാ പിക്സൽ 2.0 അപ്പേച്ചറിലാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഇമേജുകളാണ് നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു റെഡ്മി 7ന്റെ ഈ ഒരു അൺബോക്സിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇത് വാങ്ങിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആമസോൺ സ്റ്റോറിൽ ഈ ഒരു ഫോണിന്റെ 3GB 16GB പതിപ്പിന് വരുന്ന വില 10,260 രൂപയാണ്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കൂടാതെ ഇത് ഖത്തറിലുള്ളവർക്ക് ഓഫ്ലൈൻ ആയിട്ട് ഈ ഒരു 64GB 3GB റാം വേരിയന്റ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഓഫ്ലൈൻ സ്റ്റോറുകളുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. താങ്ക്